നമസ്കാരം. നമ്മളിപ്പോൾ മാത്തമാറ്റിക്സിലെ 10ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റായ വൃത്തങ്ങൾ സർക്കിൾസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. നമ്മളിനി പഠിക്കാനുള്ളത് പേജ് നമ്പർ 59 കുറച്ച് പ്രോബ്ലംസ് ആണ്. നമുക്കത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ ഒരു ചതുർഭുജം തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ കോണുകളും വികരണങ്ങൾക്കിടയിലെ കോണുകളും കണക്കാക്കുക. അപ്പോൾ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതെന്താണ്? നമ്മുടെ സർക്കിളാണ്. ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിനെ അകത്ത് എന്താണ്, ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടല്ലേ, ചതുർഭുജം ഉണ്ട്. ആ ചതുർഭുജത്തിന്റെ 4 മൂലകളും സർക്കിളിന്റെ ഉള്ളിൽ തന്നെയാണ്, സർക്കിളിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചതുർഭുജത്തിന് പറയുന്ന പേരെന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം. അപ്പോ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഓരോ ക്വാഡ്രിലാറ്ററിന്റെ ഈ 4 ആംഗിൾസ് ഫുള്ളും കണ്ടുപിടിക്കണം. അതിന്റെ വികരണം മീൻസ് ഡയഗണൽസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അതിന്റെ നടുക്ക് 4 ആംഗിൾസ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ആംഗിൾസും കണ്ടുപിടിക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റൂ. കാരണം ഫുൾ ആയിട്ട് ഒരു ആംഗിൾസും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഓരോ ആർക്കും ഈ ഒരു വലിയ സർക്കിളിനെയും ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ അകത്ത് വന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ 4 വെർട്ടെക്സ് നമുക്ക് സർക്കിളിൽ ടച്ച് ചെയ്തപ്പോഴത്തേക്കും 4 ആർക്കുകളായിട്ട് ഇതിനെ മുറിച്ചില്ലേ, 4 ചാപങ്ങളാക്കി. അപ്പൊ നമുക്ക് അതിൽ ഓരോ ചാപവും പരിഗണിച്ചുകൊണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം ആർക്ക് AD എന്ന് പറയുന്ന ആർക്ക് നമ്മൾ പരിഗണിച്ചാൽ ADയിൽ നിന്ന് Aയിൽ സ്റ്റാർട്ട് ചെയ്ത് Dയിൽ അവസാനിക്കുന്ന ആംഗിൾസ് നോക്കാം. Aയിൽ തുടങ്ങി സിയിൽ വന്ന് Dയിൽ അവസാനിച്ച ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ അതേ Aയിൽ തുടങ്ങി ബിയിൽ വന്ന് Dയിൽ അവസാനിച്ചു. ആ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, ഒരു ആംഗിൾ കിട്ടി. ഇനി CD എന്ന് പറയുന്ന ആർക്ക് നോക്കിയോ, സിയിൽ തുടങ്ങി Dയിൽ അവസാനിക്കണം. സിയിൽ തുടങ്ങി Bയിൽ വന്നു Dയിൽ അവസാനിച്ച ആംഗിൾ 45 ആണെങ്കിൽ സിയിൽ തുടങ്ങി Aയിൽ വന്ന് Dയിൽ അവസാനിച്ച ആംഗിളും എന്ത് തന്നെയായിരിക്കും? സിയിലും Dയിലും അവസാനിച്ച 45, ഇവിടെയും 45 ഡിഗ്രി. നെക്സ്റ്റ് BC Bയിൽ തുടങ്ങി Dയിൽ വന്ന് സിയിൽ അവസാനിച്ച് 50. ബിയിൽ തുടങ്ങി സിയിൽ അവസാനിക്കണം കേട്ടോ. അപ്പോൾ ബിയിൽ സ്റ്റാർട്ട് ചെയ്ത് Aയിൽ വന്ന് സിയിൽ അവസാനിച്ച് ഇത് 50 ആണെങ്കിൽ ഇവിടെയും 50. തന്നിരിക്കുന്ന ആംഗിൾസിൽ നിന്ന് നമുക്ക് ഇത്രയും കണ്ടുപിടിച്ചു. ഇനി നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അതായത് ചക്രീയ ചതുർഭുജത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അവ സപ്ലിമെന്ററി ആയിരിക്കും, അനുപൂരകങ്ങളായിരിക്കും. ആംഗിൾസ് എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോ ഇവിടെ നമുക്ക് ആംഗിൾ ബിയും ആംഗിൾ ഡിയും ആണല്ലോ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. അവ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണ്. ഓഫ് കോഴ്സ് എന്താണ് ഇത്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പോൾ ആംഗിൾ ബി നമുക്കറിയാം 30 + 45 എന്ന് പറയുന്നത് 75 ഡിഗ്രി ആണ്. ആംഗിൾ ഡി ഫുള്ളായിട്ട് നമുക്ക് അറിയില്ല. അപ്പൊ ആംഗിൾ ഡി എന്ന് തന്നെ ഇട്ടേക്കുക. എങ്കിൽ ആംഗിൾ ഡി എന്താണ്? 180 ഡിഗ്രി മൈനസ് 75 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 105 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ആംഗിൾ ഡി ഫുള്ളും 105 ആണ്. അതിൽ കുറച്ച് പോർഷനായ 50 തന്നിട്ടുണ്ടെങ്കിൽ അത്രയും പോർഷൻ എന്തായിരിക്കും? 105ൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കാം? 50 കുറയ്ക്കുക. നമുക്ക് എന്ത് കിട്ടും? 55 ഡിഗ്രി. അപ്പൊ ഏതാ ഈ ആംഗിള്? 55 ഡിഗ്രി. അപ്പൊ നമ്മൾ AB എന്ന ആർക്ക് പരിഗണിക്കുമ്പോഴാണല്ലോ അത് കിട്ടുന്നത്. AB എന്ന് പറയുന്ന ആർക്ക് Aയിൽ സ്റ്റാർട്ട് ചെയ്തു Dയിൽ വന്ന് Bയിൽ അവസാനിച്ച ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ Aയിൽ സ്റ്റാർട്ട് ചെയ്ത് Cയിൽ വന്ന് Bയിൽ അവസാനിച്ച ആംഗിളും എന്ത് തന്നെയായിരിക്കും? 55 ഡിഗ്രി ആയിരിക്കും. അതായത് നമുക്കിപ്പോ ക്വാഡ്രിലാറ്ററലിലെ എല്ലാ ആംഗിൾസും 4 ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്ന ഡയഗണൽസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ആംഗിൾസ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഡയഗണൽസ് ഓരോന്ന് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 ട്രയാങ്കിൾസ് ആയിട്ട് ഇവിടെ മാറിയിട്ടുണ്ട് അല്ലെ. 4 ട്രയാങ്കിൾസ്. ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ എടുക്കാം. നമുക്കിത് ഒന്ന് കൊടുക്കാം. അപ്പോൾ ODC എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ പരിഗണിക്കുമ്പോൾ അതിൽ എന്താണ്? ട്രയാങ്കിൾസിന്റെ 3 ആംഗിൾസിന്റെ സം എന്താണ്? 180 ഡിഗ്രി ആണ്. 2 ആംഗിൾസ് 50, 30 ഉണ്ടെങ്കിൽ തേർഡ് ആംഗിളായ ഈ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് 50 പ്ലസ് 30 ആയിരിക്കും അല്ലെ. അപ്പൊ എന്താ വരും? 180 മൈനസ് 50 പ്ലസ് 30 80 ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് കിട്ടും. ഈ ആംഗിൾ 100 ഡിഗ്രി.
രണ്ട് ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇത് 100 ആണെങ്കിൽ ഇതും 100 ആയിരിക്കും. ഓക്കെ, ഇനി ബാക്കി കണ്ടുപിടിക്കാം. ബാക്കി രണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് വേറൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതായത് OAD എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ പരിഗണിക്കുവാണെങ്കിൽ OAD, അതിന് രണ്ട് ആംഗിൾസ് കണ്ടിട്ടുണ്ട്. തേർഡ് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? 180 മൈനസ് 45 പ്ലസ് 55 അല്ലേ? അപ്പൊ 180 മൈനസ് 45 പ്ലസ് 55 100 ആണ്. 180 മൈനസ് 100 എന്ന് പറയുന്നത് 80 ഡിഗ്രി കിട്ടും. ഇത് 80 ഡിഗ്രി ആണ് എങ്കിൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ സർക്കിളിന്റെ അകത്ത് വന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ, ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ABCയിലെ എല്ലാ ട്രയാങ്കിൾസിന്റെ ആംഗിൾസും, ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ ആംഗിൾസും കിട്ടി. അവയുടെ ഡയഗണൽസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്ത ആംഗിൾസും കിട്ടി. അപ്പൊ എങ്ങനെ എടുത്ത് എഴുതാം? ആംഗിൾ A = 45 പ്ലസ് 50 രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതാം. കാരണം ഫുൾ ആണല്ലോ നമുക്ക് വേണ്ട. ആംഗിൾ A = എന്തെന്ന് കിട്ടും? 95 എന്ന് കിട്ടും. അങ്ങനെ ആംഗിൾ B, ആംഗിൾ C, ആംഗിൾ D ടോട്ടൽ എടുത്ത് എഴുതാം. ആംഗിൾസ് തമ്മിൽ, ഈ ഡയഗണൽസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്ത ഓരോ ആംഗിൾസിന്റെ പേര് താഴെ എടുത്ത് എഴുതാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏത് 4 മൂലയിലെയും പുറം കോൺ എതിർ മൂലയിലെ അകകോണിന് തുല്യമാണെന്ന് തെളിയിക്കുക. അതായത് പറഞ്ഞിരിക്കുന്ന ഒരു ചക്രീയ ചതുർഭുജം മീൻസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലുണ്ട്. ഏത് മൂലയിലെയും പുറം കോൺ, നമ്മൾ ഒരു വെർട്ടെക്സ് എടുക്കുമ്പോൾ അതിന് പുറത്തുണ്ടാകുന്ന എക്സ്റ്റീരിയർ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഏതാണോ നമ്മൾ ആംഗിൾ എടുത്തത് അതിന് ഓപ്പോസിറ്റ് ഉണ്ടാകുന്ന ആംഗിളിന് ഈക്വൽ ആണെന്ന് വേണം പ്രൂവ് ചെയ്യാൻ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ എടുത്ത ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഇതാണെന്ന് വെച്ചു. അപ്പൊ ABCD ആണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് നമ്മൾ പരിഗണിച്ച നമ്മൾ ഇത് എടുക്കുവാണ് എങ്കിൽ ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പുറത്തുണ്ടാകുന്ന ഈ എക്സ്റ്റീരിയർ ആംഗിൾ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളിന് ഈക്വൽ ആണ്. അതായത് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണോ എന്ന് നമുക്ക് തെളിയിക്കാം. നോക്കാം. ഞാൻ ഈ ആംഗിൾ D എന്ന് പറയുന്ന X ഡിഗ്രി ആയിട്ട് എടുത്തു. ABCD എന്താണ്? ABCD എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. Okay, that ABCD is a cyclic quadrilateral and consider angle D = X degree എന്ന് എടുക്കാം. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. ആ കൺസെപ്റ്റ് എപ്പോഴും മനസ്സിലിരുന്നോ എന്ന് മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഏതൊക്കെയായിരിക്കും? ആംഗിൾ D പ്ലസ് ആംഗിൾ B എന്ന് പറയുന്നത് ഈ ആംഗിൾ B 180 ആയിരിക്കുമല്ലോ. ഇത് രണ്ടും 180 ആണ് എങ്കിൽ ആംഗിൾ B എന്ത് വരും? ആംഗിൾ B എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം അവിടെ രണ്ട് ആംഗിൾസ് ഇല്ലേ. അപ്പോൾ ആംഗിൾ ABC എന്ന് എഴുതാം. ആംഗിൾ ABC രണ്ട് ആംഗിളോട് കൂട്ടുമ്പോൾ 180 ആണെങ്കിൽ ആംഗിൾ ABC എന്ത് വരും? ABC എന്ന് പറയുന്നത് ആംഗിൾ D എന്താണ് നമ്മളിവിടെ എടുത്തത്? X ഡിഗ്രി അല്ലേ. അപ്പോൾ X ഡിഗ്രി പ്ലസ് ആംഗിൾ ABC 180 ആണ്. ഇതും കൂട്ടുമ്പോൾ 180 ആണെങ്കിൽ ആംഗിൾ ABC എന്തായിരിക്കും? 180 ഡിഗ്രി മൈനസ് X അങ്ങപ്പുറത്ത് പോകുമ്പോൾ -X. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? 180 ഡിഗ്രി മൈനസ് X ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. AB എന്ന് പറയുന്ന ലൈൻ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താണ് അല്ലെ, നേരെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ കിട്ടിയ വേറൊരു ലൈൻ വന്ന് ഇതിനെ കട്ട് ചെയ്തു. നമ്മളിത് മുന്നേ പഠിച്ചിട്ടുണ്ട്. ഒരു ലൈനെ വേറൊരു ലൈൻ വന്ന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് പെയർ ഓഫ് ആംഗിൾസ് ഇതെന്താണ്? ലീനിയർ പെയർ ആണ്. ലീനിയർ പെയറിന്റെ പ്രത്യേകത എന്താണ്? അതും രണ്ട് ആംഗിൾസ് എന്താണ്? സപ്ലിമെന്ററി ആയിരിക്കും. അപ്പോ അതിൽ ഒരു ആംഗിൾ 180 മൈനസ് X എങ്കിൽ മറ്റേ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? രണ്ട് കൂട്ടുമ്പോൾ 180 ആയിരിക്കുമല്ലോ. എങ്കിൽ നമ്മൾ ഇതിനെ നമുക്ക് E എന്ന് കൊടുക്കാം. ആംഗിൾ CBE എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടും കൂട്ടുമ്പോൾ 180, ഒരെണ്ണം തന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് 50 ആണെന്ന് വെച്ചോ. തിരിച്ച് ഇത് നമുക്ക് ഇത് 50 ആയിട്ട് എടുക്കാം. എങ്കിൽ രണ്ടും കൂട്ടുമ്പോൾ 180 എങ്കിൽ ഇതെന്തായിരിക്കും? 180 മൈനസ് 50 ആയ 130 ആയിരിക്കും. അതുപോലെ നമുക്ക് ഇവിടെ പരിഗണിക്കാം. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ആണെങ്കിൽ ഒരു ആംഗിൾ 180 മൈനസ് X എങ്കിൽ മറ്റേ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് ആംഗിൾ ആയിരിക്കും അല്ലെ. അതായത് 180 മൈനസ് X ഡിഗ്രി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 180 മൈനസ് കൊണ്ട് അകത്തോട്ട് ചെയ്യുമ്പോൾ -180 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് X
180 മൈനസ് 180 0 ആയിപ്പോയി, ആംഗിൾ എക്സ് എന്ന് കിട്ടി. അതായത് ഈ ആംഗിൾ എത്രയാണ് കിട്ടി? എക്സ് ഡിഗ്രി. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. നമ്മളൊരു വെർട്ടെക്സ് എടുക്കുക, ആ വെർട്ടെക്സിന്റെ പുറം കോൺ എക്സ്റ്റീരിയർ ആംഗിൾ ആ വെർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിന് ഈക്വൽ ആണ് അല്ലെ, എക്സ് ഡിഗ്രി. ഇതും എക്സ് ഡിഗ്രി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചതുരമല്ലാത്ത സമാന്തരികങ്ങളൊന്നും ചക്രീയമല്ല എന്ന് തെളിയിക്കുക. അതായത് റെക്ടാങ്കിൾ അല്ലാത്ത ഏതൊരു പാരലോഗ്രാം എടുത്താലും, ഒരു റെക്ടാങ്കിൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. റെക്ടാങ്കിൾ അല്ലാത്ത നമ്മൾ ഒരു സാധാ ഒരു പാരലോഗ്രാം എടുക്കുകയാണെങ്കിൽ അത് എന്തല്ല എന്നാണ് തെളിയിക്കാനുള്ളത്? ചക്രീയമല്ല, സൈക്ലിക് അല്ല എന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. എ ബി സി ഡി എന്ന് പേര് കൊടുക്കാം. അപ്പോൾ സാധാരണ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ കൺസെപ്റ്റ് എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആണ്. ഇതൊരു പാരലോഗ്രാം ആണ്. പാരലോഗ്രാം ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഒരിക്കലും 90 വരത്തില്ല, 90യേക്കാൾ കുറവായിരിക്കും. കാണുമ്പോഴേ 90യേക്കാൾ കുറവ്, ഇത് 90യേക്കാൾ കൂടുതലായിരിക്കും. ഒരിക്കലും ഈ ആംഗിൾ എയും ആംഗിൾ സിയും എന്ത് വരില്ല? ആംഗിൾ എയും ആംഗിൾ സിയും ഒരിക്കലും ആംഗിൾ സിക്ക് ഈക്വൽ ആണ്. കാരണം പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ സി ഈക്വൽ ആണ്. ബട്ട് അതൊരിക്കലും എന്ത് വരില്ല? 90 ഡിഗ്രി ആകത്തില്ല. ഒരു റെക്ടാങ്കിൾ ആയിട്ട് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ മാത്രമേ, റെക്ടാങ്കിൾ എന്താണ്? ഇത് 90 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 180 കിട്ടും. പക്ഷെ ഇത് 90 അല്ല, 90യേക്കാൾ ചെറുതോ 90യേക്കാൾ വലുതോ ആകാം. അപ്പൊ 90യേക്കാൾ ചെറുതായ ഈക്വൽ ആയ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ ഒരിക്കലും 180 കിട്ടില്ല. 90യേക്കാൾ സപ്പോസ് ഞാനിപ്പോൾ 80 എഴുതും, ഇത് 80 ആണെങ്കിൽ അതും 80 ആയിരിക്കും. കൂട്ടുമ്പോൾ എന്താ കിട്ടുന്നത്? 160 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഒരിക്കലും അങ്ങനെ വരത്തില്ല. അതായത് ഈക്വൽ ആയ 90യേക്കാൾ കുറവോ 90യേക്കാൾ കൂടുതലോ ആയ ഈക്വൽ ആയിട്ടുള്ള രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടില്ല. അപ്പൊ ആംഗിൾ എ ആംഗിൾ സി ഈക്വൽ ആണ്, അതൊരിക്കലും 90 ആകത്തില്ല. കാരണം ഇതൊരു പാരലോഗ്രാം ആണ്. എങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ ആണല്ലോ, അത് രണ്ടും ഒരിക്കലും 90 ആവത്തില്ല. 90 ആവാത്ത സ്ഥിതിക്ക് ഓപ്പോസിറ്റ് വെർട്ടെക്സുകൾ കൂട്ടുമ്പോൾ 180 കിട്ടുമോ? ഇല്ല. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ത് കിട്ടില്ല? 180 കിട്ടില്ല. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡിയും എന്ത് കിട്ടില്ല? 180 ഡിഗ്രി കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു? ഒരു റെക്ടാങ്കിൾ അല്ലാത്ത ഒരു പാരലോഗ്രാം ഒരിക്കലും എന്തല്ല? സൈക്ലിക് അല്ല. ഇനി നാലാമത്തെ പ്രോബ്ലം നോക്കാം. സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രീയം അല്ല എന്ന് തെളിയിക്കുക. സമപാർശ്വ ലംബകം ഐസോസെലസ് ട്രപ്പീസിയം. ഐസോസെലസ് ട്രപ്പീസിയം സൈക്ലിക് ആണ്. ബട്ട് നോൺ ഐസോസെലസ് ട്രപ്പീസിയം, ഐസോസെലസ് അല്ലാത്ത ട്രപ്പീസിയങ്ങളൊന്നും എന്തല്ല? സൈക്ലിക് അല്ല എന്ന് വേണം പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഒരു സാധാ ഒരു ട്രപ്പീസിയം നമ്മൾ വരച്ചിട്ടുണ്ട്. നമ്മൾ ഇത് ഐസോസെലസ് ട്രപ്പീസിയം അല്ലാത്ത ഒരു ട്രപ്പീസിയം. ഇത് എന്തല്ല എന്ന്? സൈക്ലിക് അല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ച കണ്ടീഷൻസ് ഒക്കെ എന്തൊക്കെയാണ്? ഐസോസെലസ് ട്രപ്പീസിയത്തിന്, അതായത് ഒരു സമപാർശ്വ ലംബകത്തിന് എന്തായിരിക്കും? ഈ രണ്ട് ആംഗിൾസ്, അതായത് ആംഗിൾ ബിയും ആംഗിൾ സിയും എന്തായിരിക്കും? ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി 180 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇതും കൂട്ടുമ്പോൾ 180 കിട്ടും. ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടുമ്പോൾ 180 കിട്ടും. പിന്നെ എന്തായിരിക്കും? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ആയിരിക്കും. എന്ത്? എ ബി സി ഡി ഒരു ഐസോസെലസ് ട്രപ്പീസിയം ആണെങ്കിൽ മാത്രമാണ് ഈ കണ്ടീഷൻസ് പോസിബിൾ ആയിട്ട് ഉള്ളത്. ഓക്കെ, ആംഗിൾ എയും ബിയും ഈക്വൽ ആണല്ലോ. അപ്പൊ നമുക്ക് ബിക്ക് ഒരു എ കൊടുക്കുവാണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സിയും എന്തെന്ന് കിട്ടും? 180. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഓപ്പോസിറ്റ് ആംഗിൾസ് 180 കിട്ടും. എന്താണെങ്കിൽ? ഐസോസെലസ് ആണെങ്കിൽ. ഐസോസെലസ് അല്ലെങ്കിൽ ഇതൊരിക്കലും നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്താന്ന് എഴുതാം? ഒരു നോൺ ഐസോസെലസ് ട്രപ്പീസിയം എന്ന് പറയുന്നത് ഒരിക്കലും എന്താകില്ല? സൈക്ലിക് ആകില്ല. സമപാർശ്വം അല്ലാത്ത ലംബകങ്ങൾ എന്ത് ചെയ്യാം? സമപാർശ്വം അല്ലാത്ത ലംബകങ്ങൾ ചക്രീയമല്ല എന്ന് എഴുതുക. അടുത്ത പ്രോബ്ലം നോക്കാം. ചിത്രത്തിലെ ABCD എന്ന ചതുർഭുജത്തിന്റെ അടുത്തടുത്ത കോണുകളുടെ സമഭാജികൾ പരസ്പരം മുറിച്ചു കിടക്കുന്നത്. അതായത് ഈ ഒരു ക്വാഡ്രിലാറ്ററിന്റെ ആംഗിൾ ബൈസെക്ടേഴ്സ്, ആംഗിൾസിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈനെയാണല്ലോ ആംഗിൾ ബൈസെക്ടേഴ്സ്. ഓരോ ആംഗിൾസിനും ഉണ്ട് ആംഗിൾ ബൈസെക്ടേഴ്സ്. കണ്ടോ? ഈ ആംഗിൾ ബൈസെക്ടേഴ്സ് തമ്മിൽ മുറിച്ചു കിടക്കുന്ന പോയിന്റ്സ് ആണ് PQRS എന്ന് പറയുന്നത്. പ്രൂവ് ചെയ്യാനുള്ളത് PQRS
ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. അതായത് പി ക്യു ആർ എസിൽ കൂടി നമ്മൾ ഒരു സർക്കിള് വരയ്ക്കുമ്പോൾ പി ക്യു ആർ എസ് ഒരു സർക്കിളിലെ 4 പോയിന്റ്സ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഒന്നും എന്തെങ്കിലും തരും അല്ലേ, ക്വസ്റ്റ്യനിൽ നമുക്ക് ആംഗിൾസോ എന്തെങ്കിലും തന്നാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇവിടെ ഒന്നും തന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ആംഗിൾ എ, ഇപ്പോൾ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി, എന്നിട്ട് നമുക്ക് ആംഗിൾ എ ഫുള്ളും എ ഡിഗ്രി ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് ഫുള്ളും എ ഡിഗ്രി ആണെങ്കിൽ ഇത് പകുതി പകുതി അല്ലേ, ആംഗിൾ ബൈസെക്ടർ അല്ലേ, അപ്പോൾ ഇത് എന്ത് വരും, a/2 ഡിഗ്രി ആയിരിക്കും. ഇതും a/2 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഓരോന്നും അങ്ങനെ എഴുതുവാണെങ്കിൽ ഇത് പകുതി പകുതി ആയിട്ടാണ് വരച്ചപ്പോൾ അങ്ങനെ ആയതുണ്ടോ. അപ്പോൾ ഇത് ബി ഡിഗ്രി ആണെങ്കിൽ ഇത് ഇതിന്റെ പകുതി ബി ഡിഗ്രി ബൈ 2, ബി ഡിഗ്രി ബൈ 2. ഓരോന്നും എന്ത് വരും, സി ഡിഗ്രി ബൈ 2, സി ഡിഗ്രി ബൈ 2. ഇത് ഡി ഡിഗ്രി ബൈ 2, ഡി ഡിഗ്രി ബൈ 2. ഓക്കെ, യെസ്. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 കിട്ടണം. അതായത് ആംഗിൾ എസും ആംഗിൾ ക്യൂവും കൂട്ടുമ്പോൾ 180 കിട്ടണമെന്ന് ഒന്നെങ്കിൽ നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആംഗിൾ പിയും ആംഗിൾ ആറും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നു. ഇതിലേതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ആംഗിൾ ഒന്നെങ്കിൽ ആംഗിൾ എസും കണ്ടുപിടിക്കണം, ആംഗിൾ ക്യൂവും കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എളുപ്പവഴിയുണ്ട്. ഇവിടെ ആംഗിൾ എ എസ് ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ എ എസ് ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ സെപ്പറേറ്റ് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഇത് എ, ഇത് എസ്, ഇത് ഡി ആണ്. അതിൽ ഒരു ആംഗിൾ a/2 ഡിഗ്രി, ഒരു ആംഗിൾ d/2 ഡിഗ്രി, തേർഡ് ആംഗിൾ എന്തായിരിക്കും, 180 മൈനസ് a/2 പ്ലസ് d/2 ആയിരിക്കും അല്ലേ. ഈ ആംഗിൾ എസ് ഇത് 180 മൈനസ് a/2 പ്ലസ് d/2 ആയിരിക്കും. എങ്കിൽ ഈ ഓപ്പോസിറ്റ് ആംഗിൾ ഇതെന്തായിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ അല്ലേ. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് എന്തെന്ന് കിട്ടിയ 180 മൈനസ് a/2 പ്ലസ് d/2. അപ്പോൾ നമ്മൾ ആംഗിൾ എസ് എന്ന് എഴുതാം കേട്ടോ. ആംഗിൾ എസ്, ഈ ആംഗിൾ എന്ന് പറയുന്നത് RSP എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. RSP എന്ന് പറയുന്നത് 180 മൈനസ് a/2 പ്ലസ് d/2. ഇനി നമുക്ക് തിരിച്ച് ക്യൂ കണ്ടുപിടിക്കാം. അപ്പം ഇത് ക്യൂ കിട്ടണമെങ്കിൽ ഇവിടുത്തെ ആംഗിൾ കിട്ടണം. എങ്കിൽ നമുക്ക് ഈ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. BQC എന്ന് പറയുന്ന വലിയ ട്രയാങ്കിൾ ഇങ്ങനെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇത് b/2 ആണ്, ഇത് c/2 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, 180 മൈനസ് b/2 പ്ലസ് c/2 ആയിരിക്കുമല്ലോ. അപ്പോൾ അത് നമുക്ക് എഴുതാം. ആംഗിൾ CQB എന്ന് പറയുന്നത് 180 മൈനസ് b/2 പ്ലസ് c/2. ആംഗിൾ CQB എന്ന് പറയുന്നത് 180 മൈനസ് b/2 പ്ലസ് c/2 ആയിരിക്കും. അപ്പോൾ ഇത് ഈ ആംഗിളാണല്ലോ നമ്മൾ കണ്ടുപിടിച്ചത്. എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളായ ആംഗിൾ Q ഏതായിരിക്കും, RQP അല്ലെ. അതും ഇത് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ ഒരു RQP എഴുതാമല്ലോ. ആംഗിൾ RQPയും 180 മൈനസ് b/2 പ്ലസ് c/2. അതായത് നമുക്ക് ഈ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞു. ഇനി അത് രണ്ടും കൂട്ടുമ്പോൾ 180 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഇതിപ്പോ ഫിഗർ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് ആംഗിൾസ് കൂടെ കൂട്ടുക. അതായത് 180 മൈനസ് a/2 പ്ലസ് d/2 പ്ലസ് 180 മൈനസ് b/2 പ്ലസ് c/2. 180 180 അടുത്ത് എഴുതാം. അപ്പോൾ 180 പ്ലസ് 180 എത്രയാണ്, 180 പ്ലസ് 180 360 മൈനസ് ഓഫ് a/2 പ്ലസ് നമുക്ക് മൈനസ് കൊണ്ട് അകത്തോട്ട് ഓപ്പൺ ചെയ്യാം. മൈനസ് ഓഫ് a/2 വെച്ചാൽ മൈനസ് a/2 മൈനസ് d/2 മൈനസ് b/2 മൈനസ് c/2. മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്തു. ഇനി 360 മൈനസ് ഓഫ് എല്ലാ മൈനസും കോമൺ എടുത്താൽ a/2 പ്ലസ് d/2 പ്ലസ്
b/2 plus c/2. എല്ലാത്തിന്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? 160 360 മൈനസ് a പ്ലസ് അറേഞ്ച് ചെയ്ത് എഴുതാം. a പ്ലസ് d പ്ലസ് b പ്ലസ് c/2. ഇനി നോക്കിയേ, ഫിഗറിൽ നോക്കിയേ, എ ബി സി ഡി. എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്വാഡ്രിലാറ്ററൽ ആണ്. വലിയ ക്വാഡ്രിലാറ്ററിന്റെ 4 വെർട്ടെക്സ് ആണ്. അപ്പോൾ ആ 4 വെർട്ടെക്സസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? 360 ആണ്, നമുക്കറിയാം. അപ്പോൾ 360 മൈനസ് 360/2 അല്ലേ? 360 മൈനസ് 360/2 180 ഡിഗ്രി ആണ്. 360 മൈനസ് 180 ഡിഗ്രി. അതായത് നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് കൂട്ടുമ്പോൾ, അതായത് നമുക്ക് ആ കിട്ടിയ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് കൂട്ടിയപ്പോൾ 180 ഡിഗ്രി കിട്ടി. അതായത് അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 60. ചിത്രത്തിൽ വൃത്തങ്ങൾ PQ എന്നീ ബിന്ദുക്കൾ മുറിച്ചു കിടക്കുന്നു. ഈ സർക്കിളും 2 സർക്കിൾ മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കളാണ്, പോയിന്റ്സ് ആണ് പിയും ക്യൂവും. വൃത്തങ്ങളുമായി ABCD എന്നീ ബിന്ദുക്കളിൽ കൂട്ടുമുട്ടുന്നു. ിലൂടെ 2 വരകൾ ഇങ്ങനെ പോയേക്കുന്നു. അത് എയിലും ബിയിലും സിയിലും ഡിയിലും എൻഡ് ചെയ്യുന്നു. ACBD എന്നീ വരകൾ സമാന്തരമല്ല. ഈ 2 ലൈൻസും പാരലൽ അല്ല. ഈ വരകൾക്ക് ഒരേ നീളമാണെങ്കിൽ ABDC ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. ആ 2 വരകൾ എന്താണെങ്കിൽ ഒരേ നീളമാണെങ്കിൽ ഈ ABCD എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് ഇത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ABQP എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? ഈ സർക്കിളിലാണ് ആ 4 പോയിന്റ്സും ഉള്ളത്. ഇപ്പൊ നമ്മൾ ആംഗിൾ A എന്ന് പറയുന്നത് X ഡിഗ്രി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ABQP എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് X ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമ്മൾ പിന്നെ പഠിച്ചായിരുന്നു. ഇതിന് തൊട്ട് മുന്നേ 2ാമത്തെ ഒരു പ്രോബ്ലം ചെയ്തു. ഒരു വെർട്ടെക്സിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എത്ര തന്നെയാണോ അത് തന്നെയായിരിക്കും അതിന്റെ ഇന്റീരിയർ ആയിട്ട് വന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയാം. അതായത് ഇത് X, ഇത് 180 മൈനസ് X, ഇതും X ആണ്. ഓക്കെ, PQDC എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പോൾ ഇത് X എങ്കിൽ ഇതും 180 മൈനസ് X ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഒന്ന് നോക്കിയേ, ഇത് X, ഇത് 180 മൈനസ് X. രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? X പ്ലസ് 180 മൈനസ് X. X പോയി, X മൈനസ് X പോയി, 180. നോക്കിയേ, ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ 180 ആണ്. കൂട്ടുമ്പോൾ 180 ആണെങ്കിൽ എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? സപ്ലിമെന്ററി ആണെന്നാണല്ലോ അർത്ഥം. 2 ലൈന് വേറെ ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന 2 ലൈൻസ് സപ്ലിമെന്ററി ആണെങ്കിൽ, ഇതിപ്പോൾ 50 30 രണ്ടുകൂടെ കൂട്ടുമ്പോൾ 180 ആണെങ്കിൽ ഈ 2 ലൈൻസ് എന്തായിരിക്കും? ഓഫ് കോഴ്സ് അത് പാരലൽ ആയിരിക്കും, അതായത് സമാന്തരമായിരിക്കും. ഈ 2 ലൈനും സമാന്തരമാണെങ്കിൽ മാത്രമേ അങ്ങനെ ഉണ്ടാകുന്ന ആംഗിൾസ് എന്ത് കിട്ടൂ? 180 കിട്ടും. അപ്പൊ നമുക്കിവിടെ എന്തെന്ന് കിട്ടി? AB എന്ന് പറയുന്ന ലൈനും CD എന്ന് പറയുന്ന ലൈനും പാരലായി കഴിഞ്ഞു നമുക്കിവിടെ, അല്ലെ? പാരലാണെങ്കിൽ മാത്രമേ 2 കൂട്ടുമ്പോൾ എന്ത് കിട്ടത്തുള്ളൂ? 180 കിട്ടത്തുള്ളൂ. അത് പാരലാണ്, അത് തമ്മിൽ കൂട്ടുമ്പോൾ എന്താണ്? 180 ആണ്. ഇത് 2 സർക്കിളിലാണ് നിൽക്കുന്നതെങ്കിൽ ഇത് എന്തായിരിക്കും? ABയും CD പാരലാണല്ലോ എങ്കിൽ ACയും BDയും ഈക്വലുമായി. ACBD എന്ന് പറയുന്ന ലൈൻ ഈക്വൽ ആണ്. ഇത് രണ്ടും പാരലാണ് എങ്കിൽ നമ്മൾ ഈ ഫിഗറിന് ഒരു നേരത്തെ നമ്മൾ ചരിച്ചാണ് പഠിച്ചത്, ഇങ്ങനെയാണ് പഠിച്ചത് അല്ലേ? ഈ 2 ലൈൻ പാരലൽ, ഈ 2 ലൈൻ ഈക്വൽ എങ്കിൽ ഇത് രണ്ടും കൂട്ടുമ്പോൾ 180, ഇത് രണ്ടും ഈക്വൽ, ഇത് രണ്ടും കൂട്ടുമ്പോൾ സൈക്ലിക് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിളും കൂട്ടുമ്പോൾ 180, ഈ പരസ്പരം കൂട്ടുമ്പോൾ 180. ഇതെന്താണ്? ഐസോസെലസ് ട്രപ്പീസിയം എങ്കിൽ ACDBയും എന്ത് തന്നെയായിരിക്കും? ഒരു ഐസോസെലസ് ട്രപ്പീസിയം ആയിരിക്കും, അതായത് സമപാർശ്വ ലംബകം. അപ്പോൾ ഇതൊരു സമപാർശ്വ ലംബകം ആയതുകൊണ്ട് അത് സൈക്ലിക് ആയിരിക്കുമല്ലോ, സൈക്ലിക് ആയിരിക്കും. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണല്ലോ, നമുക്ക് പ്രൂവ് ചെയ്ത് തരും. അപ്പോൾ അതുപോലെ 2ാമത്തെ സെക്ഷനിൽ 3 സർക്കിൾസ് വെച്ച് ചെയ്തിട്ടുണ്ട്, ഒരു സർക്കിളും കൂടെ.
അപ്പൊ ഇതേ കേസ് റിപ്പീറ്റ് ചെയ്ത് എക്സ് 180 മൈനസ് എക്സ്, എക്സ് 180 മൈനസ് എക്സ്, ഇവിടെ എക്സ് വരും, അപ്പുറത്ത് 180 മൈനസ് എക്സ്. അപ്പോൾ നീളത്തിന് വരും, രണ്ടും പാരലാകും, ഈക്വലും ആകും. അതുകൊണ്ട് ഇത് ഒരു ഐസോസെലസ് ട്രപ്പീസിയം ആയതുകൊണ്ട് സൈക്ലിക് ആവുകയും ചെയ്യും. അപ്പൊ അതും ചെയ്ത് നോക്കാം.